മാസ്റ്റർ കീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്, നമുക്കറിയാം വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ ജൂനിയർ അക്കൗണ്ടന്റ്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ, ക്ലർക്ക് പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ് മാസ്റ്റർ കീയോടൊപ്പം അതിൻ്റെ പ്രിപ്പറേഷനുകൾ തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. എന്താണ് ആദ്യത്തെ ചോദ്യം? വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. റവന്യൂ റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഏർണിങ്സ് ഡ്യൂറിങ് ദ പീരീഡ് ഇൻ വിച്ച്. നമ്മൾ എങ്ങനെയാണ് റവന്യൂ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? സെയിലാണ് അല്ലേ? അപ്പോൾ ഇവിടെ കൃത്യമായ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിൽ തന്നെ ഉത്തരവുമുണ്ട്. എന്താണ്? റവന്യൂ റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ്. എന്താണ്? റവന്യൂ റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഏർണിങ്സ് ഡ്യൂറിങ് ദ പീരീഡ് ഇൻ വിച്ച്. സെയിൽ ഓഫ് ഗുഡ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റവന്യൂ ഏതാണ്? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഏതാണ്? അതെ, ഓപ്ഷൻ എ, സെയിൽസ്. ദ സെയിൽസ് മെയ്ഡ്. പ്ലാനിങ്ങിലാണോ? ക്യാഷ് ആണോ? പ്രോഡക്റ്റ് മാനുഫാക്ചർ ആണോ? ഒന്നുമല്ല. ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നെ അത് കൃത്യമായി സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. സെയിൽ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റവന്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെയില് തന്നെയാണ്. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? ആദ്യത്തെ ചോദ്യം നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓപ്ഷൻ എ. നോക്കാം, രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡീൽസ് വിത്ത് റവന്യൂ റിക്കഗ്നിഷൻ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആരെ കണ്ടുപിടിക്കാനാണ്? റവന്യൂ റിക്കഗ്നിഷൻ. റവന്യൂ റിക്കഗ്നിഷൻ ഏതെന്നുള്ളതാണ്. നമുക്ക് നോക്കാം. IAS 12 ആണോ? അല്ല. കാരണം എന്താണ്? ഇത് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഇൻകം ടാക്സിനെ പറ്റിയിട്ടാണ്. ആണോ? അതെ. അപ്പം 12 അല്ല. 28 നോക്കാം. എന്താണ് 28? ഇൻവെസ്റ്റ്മെന്റ് ഇൻ associates and joint ventures. Joint ventures ആണോ? അതുമല്ല. 17 ഓൾമോസ്റ്റ് എല്ലാ പേർക്കും അറിയാമെന്നുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ലീസിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ആളെ കണ്ടുപിടിച്ചു. എന്താണ്? അതെ, 18 ആണ്. എന്താണ്? റവന്യൂ റിക്കഗ്നിഷൻ എന്ന് പറയുന്നത് IAS 18 ആണ്. അപ്പോൾ നമ്മൾ ഒരാളെയാണോ ഇവിടെ പഠിച്ചത്? ഇല്ല, നമ്മളിപ്പോൾ 4 ആൾക്കാരെയും പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 12 ഇൻകം ടാക്സ് ആണ്, 18 റവന്യൂ റിക്കഗ്നിഷൻ ആണ്, 28 ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ്, 17 എന്താണ്? ലീസ് ആണ്. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. AS 18 ആണ് റവന്യൂ റിക്കഗ്നിഷൻ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. So, which accounting convention state that accounting practices should remain unchanged from time to time? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ, പ്രിൻസിപ്പിൾ, കൺവെൻഷൻസ് അല്ലേ, ഇതൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട അക്കൗണ്ടിങ്ങിൽ എന്താണ് MCQയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ ആണിത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ചോദ്യത്തിൽ ആരെ ഐഡന്റിഫൈ ചെയ്യണം? സോ വിച്ച് അക്കൗണ്ടിങ് കൺവെൻഷൻ സ്റ്റേറ്റ് ദാറ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഷുഡ് ബി റിമൈൻ അൺചേഞ്ച്ഡ്. എന്താണ്? ഇപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ മെത്തേഡ് ഫോളോ ചെയ്യുന്നു, നമ്മൾ പെട്ടെന്ന് തന്നെ അത് മറ്റൊരു പ്രാക്ടീസിലോട്ട് കൊണ്ടുപോകരുത്, മറ്റൊരു മെത്തേഡ് അവിടെ അഡോപ്റ്റ് ചെയ്യരുത്. ഒരു എന്തുണ്ടായിരിക്കണം? അതെ, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം അല്ലേ? ഒരു സ്ഥിരത അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു സ്ഥിരത മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു പ്രോപ്പർ
കമ്പാരിസൺ അവിടെ സാധ്യമാകുകയുള്ളൂ. സോ നമ്മുടെ ആൻസർ നമുക്കിവിടെ കിട്ടി. അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? അവിടെ കൺസിസ്റ്റൻസി ഉണ്ടാകണം. നമ്മുടെ ഓപ്ഷനിലുണ്ടോ കൺസിസ്റ്റൻസി? അതേ ഉണ്ട്, ഓപ്ഷൻ ഡി അല്ലെ. എന്താണ് ഓപ്ഷൻ ഡി? എന്താ പറയുന്നേ? കൺസിസ്റ്റൻസി. ഓക്കെ, എന്താണ് കൺസിസ്റ്റൻസി? അപ്പൊ നമുക്ക് അതർ ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കിയാലോ. എന്താണ് ഫുൾ ഡിസ്ക്ലോഷർ പറയുന്നത്? ഫുൾ ഡിസ്ക്ലോസ് ചെയ്യുക. നമ്മളൊന്നും ഇൻഫർമേഷൻസ് ഹൈഡ് ചെയ്യരുത്. ഈ ഒരു ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ജെന്യുവിൻ ആയിട്ട് എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ കൃത്യമായി അത് എന്ത് ചെയ്തിരിക്കണം? ഡിസ്ക്ലോസ്ഡ്. ആരുടെ മുന്നിൽ? ബിഫോർ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് അല്ലേ. അപ്പോൾ ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് അത്തരത്തിൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. കൺസർവേറ്റിസം. കൺസർവേറ്റിസം മറ്റൊരു പേരും കൂടി നമുക്ക് അതിനോടൊപ്പം നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇത് നമുക്ക് ചോദിക്കാം. പ്രുഡൻസ് പ്രിൻസിപ്പിൾ നമ്മൾ പറയും. എന്താണ് കൺസർവേറ്റിസം പറയുന്നത്? അതായത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് നിങ്ങൾ വരാൻ പോകുന്ന ലോസിനെ മുൻകൂട്ടി കാണുക. ഓക്കെ, വരാൻ പോകുന്ന ലോസിനെ മുൻകൂട്ടി കണ്ട് പെരുമാറുക എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാം. പ്രൊവിഷൻസ് വയ്ക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? കൺസർവേറ്റിസത്തിൻ്റെ ബേസിലാണ്. നമുക്ക് വരാൻ പോകുന്ന ലോസ് നമ്മൾ മുൻകൂട്ടി കണ്ട് നമ്മൾ ഇപ്പോഴേ അതിന്മേൽ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. പക്ഷേ ഒരിക്കലും ഒരു ഓർഗനൈസേഷൻ വരാൻ പോകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇത്രയും ഏർണിങ്സ് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുമെന്ന് കരുതി ഒരു ഡിസിഷനും അല്ലെങ്കിൽ ഒരു തീരുമാനവും നമ്മൾ ഇന്നേ എടുക്കാൻ പാടില്ല കേട്ടോ. ഇത് ലോസ് മാത്രമേ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാവൂ. ഒരിക്കലും നമുക്ക് പ്രോഫിറ്റ് നമ്മൾ കൺസർവേറ്റീവ്സിൽ എന്ത് ചെയ്യുന്നില്ല? ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ കൺസർവേറ്റിസം അഥവാ പ്രുഡൻസ് പ്രിൻസിപ്പിളും നമുക്ക് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് എന്താണ്? മെറ്റീരിയാലിറ്റി. മെറ്റീരിയാലിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്, നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് റിലവൻ്റ് ആയിട്ടുള്ള എന്താണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് എടുക്കുക. ഒത്തിരി നമ്മൾ ഇറിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോണ്ടെന്നുള്ളതാണ്. മെറ്റീരിയൽ ഫാക്ട് ഷുഡ് ബി കൺസിഡേർഡ് അല്ലേ. അപ്പോൾ അതാണ് മെറ്റീരിയാലിറ്റി പറയുന്നത്. അപ്പോൾ നമ്മളെ 4 ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഇവിടെ എന്താണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ? നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ നമ്മൾ എന്താണ് ഇവിടെ കണ്ടുപിടിച്ചത്? എന്താണ്? അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഷുഡ് ബി റിമെയിൻ അൺചേഞ്ച്ഡ് ഫ്രം ടൈം ടു ടൈം. ഏത് കൺവെൻഷൻ്റെ ബേസിലാണ്? കൺസിസ്റ്റൻസിയുടെ ബേസിലാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. റിപ്പയേഴ്സ് ഇൻക്വയർഡ് ബിഫോർ യൂസിങ് എ സെക്കൻഡ് ഹാൻഡ് വാൻ പർച്ചേസ്ഡ് റീസെൻ്റ്ലി. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, നൺ ഓഫ് ദീസ്. ആദ്യം നമുക്ക് ചോദ്യം മനസ്സിലാക്കാം, എന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ ഓപ്ഷൻസിലോട്ട് പോകാം അല്ലേ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നേ? റിപ്പയേഴ്സ് ഇൻക്വയർഡ് ബിഫോർ യൂസിങ് എ സെക്കൻഡ് ഹാൻഡ് വാൻ പർച്ചേസ്ഡ്. ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വാൻ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. വളരെ റീസെൻ്റ് ആയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തു. അതിന് എനിക്ക് കുറച്ച് എന്താണ് റിപ്പയറിംഗ് ചാർജ് അവിടെ ഉണ്ടായി. ഇത്തരത്തിലുള്ള ഈ ഒരു പർട്ടിക്കുലർ ചാർജിനെ ഞാൻ ഏത് ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണോ, അതോ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണോ, അതോ ഇതൊന്നും കാറ്റഗറിയിൽ ഇത് വരില്ലേ? നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നമുക്ക് ഇൻക്വേർഡ് ആവുന്ന എന്താണ് എക്സ്പെൻഡിച്ചറുകളാണ് അല്ലേ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ലോങ് ടൈം പർപ്പസിന് വേണ്ടി നമ്മളൊരു അസറ്റ് മേടിക്കുമ്പോൾ ആണ് നമുക്കത് മെയിനായിട്ടും എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ആവുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പീരീഡ് അപ് ടു 1 ഇയർ വരെ അത് ഉണ്ടാവുകയുള്ളൂ അല്ലേ. അതെന്താണ്? അത് റിയലൈസ് ചെയ്ത് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ചോദ്യം. റിപ്പയേഴ്സ് ഇൻക്വയർഡ് ബിഫോർ യൂസിങ് എ സെക്കൻഡ് ഹാൻഡ് വാൻ പർച്ചേസ്ഡ് റീസെൻ്റ്ലി എന്താണ്? ക്യാപിറ്റൽ ആണോ, റവന്യൂ ആണോ, ഡെഫേർഡ് ആണോ? അപ്പോൾ നമുക്കറിയാം നോർമൽ റിപ്പയറിംഗ് ചാർജസ് ഇടയ്ക്ക് നമ്മൾ നമ്മുടെ റിപ്പയറിംഗ് ചാർജസുകൾ മിഷനറിക്കും മറ്റ് അസറ്റുകൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചാർജ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോർമൽ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ വരുന്നതാണ്. ഫ്രീക്വൻ്റ് ആയിട്ട് റെക്കറിംഗ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അല്ലേ. പക്ഷേ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ വരുന്ന റിപ്പയറിംഗ് ചാർജുകളോ ഇൻസ്റ്റലേഷൻ ചാർജുകളോ ആ ഒരു പുതിയ അസറ്റ്
അത് വർക്കിംഗ് കണ്ടീഷൻ ആകുന്നത് വരെ നമുക്ക് ചിലവാകുന്ന തുക ആ ഒരു അസറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റിനോടൊപ്പം വേണം നമ്മൾ ആഡ് ചെയ്യാൻ, അല്ലേ? ഒരു മെഷീനറി ഒരു 10,000 രൂപയ്ക്ക് വാങ്ങിച്ചു. അത് ആ മെഷീനറി വാങ്ങിച്ച് വർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ ഫാക്ടറിയിലോട്ട് എത്തിക്കാൻ എനിക്കൊരു 2,000 രൂപ എന്തായി, ട്രാവലിംഗ് കോസ്റ്റ് ആയി എന്ന് കരുതുക. മൊത്തം അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എൻ്റെ ചാർജ് ഉൾപ്പെടെ ആയി എന്ന് കരുതുക. സോ ശരിക്കും ആ മെഷീനറി വാങ്ങാൻ എത്ര രൂപയായെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് 12,000 രൂപയായി. കാരണം 10,000 രൂപ ആ ഒരു മെഷീനറി വാങ്ങിയ കോസ്റ്റ് ആണെങ്കിൽ അതിൽ ചാർജ് ചെയ്തിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചിലവായ 2,000 രൂപയും ആ മെഷീനറി വാങ്ങിയ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും, ആഡ് ചെയ്യും, അല്ലേ? അപ്പോൾ ഇത്തരത്തിലെ എക്സ്പെൻസിനെ നമ്മൾ എങ്ങനെയാണ്, അതൊരു റവന്യൂ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? അതൊരു റെക്കറിങ് എക്സ്പെൻസ് ആണോ? അല്ല. സോ ഇതിന് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു മെഷീനറി വാങ്ങിച്ചാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്കറിയാം, അല്ലേ? പക്ഷേ ആ മെഷീനറിയുമായി ബന്ധപ്പെട്ട് അത് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ചാർജസ് അല്ലെങ്കിൽ അത് വർക്കിംഗ് കണ്ടീഷനിലാകുന്നത് വരെ നമുക്കവിടെ ഉണ്ടാകുന്ന ഇൻസ്റ്റലേഷൻ ചാർജുകൾ ഉൾപ്പെടെ അതും നമ്മൾ ആ ഒരു അസറ്റിൻ്റെ ആ കോസ്റ്റിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യണം. സോ അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ? അസറ്റിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അതും എന്ത് തന്നെയാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾ മറക്കരുത്, റവന്യൂ എന്ന് പറയുമ്പോൾ അവിടെ റെക്കറിങ് നേച്ചറാണ്, അല്ലേ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അവിടെ നോൺ റെക്കറിങ് നേച്ചറാണ്. എപ്പോഴും വീണ്ടും ഒക്കെ അറിയുന്നൊരു കാര്യമാണോ? അല്ല. അത് നമ്മൾ ആ പർട്ടിക്കുലർ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ അത്തരത്തിലുള്ളൊരു എക്സ്പെൻസ് അവിടെ വരികയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ആൻസർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എന്നാൽ വെറും നോർമൽ റിപ്പയറിംഗ് ചാർജസ് ആണ്, അതൊരു പുതിയ മെഷീനറി പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടല്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എവിടെയാണ്, അത് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ വീണ്ടും നിങ്ങൾക്കൊരു ഡൗട്ട് വരും, അയ്യോ ഇത് സെക്കൻഡ് ഹാൻഡ് വാൻ അല്ലേ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് വിഷയമല്ല. ഒരു പുതിയതായിട്ടുള്ള മേടിച്ചാലും ഓൾറെഡി യൂസ് ചെയ്ത ഒരു വാൻ മറ്റൊരാളിൽ നിന്ന് മേടിച്ചാലും നമ്മുടെ ഓർഗനൈസേഷനിൽ അത് പുതിയതായിട്ട് എത്തുന്നതല്ലേ, നമ്മളത് ന്യൂലി പർച്ചേസ് ചെയ്യുന്നതല്ലേ. അത് വെദർ ഇറ്റ് ഈസ് സെക്കൻഡ് ഹാൻഡ് ആയിക്കോട്ടെ, അത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു അസറ്റോ ഇൻസ്ട്രുമെൻറ്റോ ആയിക്കോട്ടെ. അപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ അത് ന്യൂലി പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു സെൻസിൽ എടുക്കാവൂ. സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ കറക്റ്റ് നേച്ചർ, ആ ഒരു പെർട്ടിക്കുലർ എക്സ്പെൻസിൻ്റെ കറക്റ്റ് നേച്ചർ മനസ്സിലാക്കി നമ്മൾ ആൻസർ കണ്ടെത്തുക. സോ എളുപ്പമല്ലേ? ഓപ്ഷൻ എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ചോദ്യം Donations received by non-profit making organizations for a special purpose will be taken to the non-profit organizations. പേരിൽ തന്നെയുണ്ട്, പ്രോഫിറ്റ് മേക്കിംഗ് അല്ല, പ്രോഫിറ്റ് മോട്ടീവ് അല്ലേ? സോ അത്തരത്തിൽ അവരുടെ ഒരു മേജർ ഫണ്ട് എന്ന് പറയുന്നത് ഡൊണേഷൻസ് ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് donations received by a non-profit making organization for a special purpose. Donations രണ്ട് തരത്തിലുണ്ട്. ജനറൽ പർപ്പസ്, ജനറൽ ടൈപ്പ് അല്ലെങ്കിൽ ജനറൽ ഡൊണേഷൻസ് ഉണ്ട്, സ്പെഷ്യൽ പർപ്പസ് ഡൊണേഷനുകളും ഉണ്ട്. ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഡൊണേഷനുകൾ നമ്മൾ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഇതായിരിക്കും, അല്ലെങ്കിൽ മെഡിക്കൽ റിലീഫ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടാവാം, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് ഫണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള ഫണ്ടെന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഫണ്ട് എന്തിനാണ് വിനിയോഗിക്കേണ്ടതെന്ന് കൃത്യമായി അത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ, അല്ലേ? അപ്പോൾ അതിനു വേണ്ടി മാത്രമേ അത് യൂസ് ചെയ്യാവൂ. അതാണ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത്. സോ ഒരു സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്, അപ്പം ഞാൻ ഒന്നും കൂടി പറയാം. ഇപ്പോൾ ഫണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സ്പെഷ്യൽ പർപ്പസും ഉണ്ട്, ജനറൽ പർപ്പസും ഉണ്ട്. സ്പെഷ്യൽ പർപ്പസും ഉണ്ട്, ജനറൽ പർപ്പസും ഉണ്ട്. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് ആണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ബിൽഡിംഗ് ഫണ്ട് ഇല്ലേ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഫണ്ട്.
ഇതൊരു സ്പെഷ്യൽ പർപ്പസ് ഫണ്ടാണ്. ഇനി ജനറൽ പർപ്പസ് ഫണ്ട് ഉണ്ട്. അത് ശരിക്കും ആ ഡൊണേഷൻസ് എന്താണ്, അത് ഇന്നൊരു പർപ്പസിനാണെന്ന് എന്ത് ചെയ്യുന്നില്ല, സ്പെസിഫൈ ചെയ്യുന്നില്ല. സോ ഇതിന് രണ്ടിനെയും എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ നമുക്കറിയാം ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇവിടെ സ്പെഷ്യൽ പർപ്പസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൊണേഷനുകളെ നമ്മൾ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. എന്നാൽ ജനറൽ പർപ്പസ് ആണ് എങ്കിൽ നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ചോദ്യം എന്തായിരുന്നു, ഡൊണേഷൻസ് റിസീവ്ഡ് ബൈ എ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ഫോർ എ സ്പെഷ്യൽ പർപ്പസ് വിൽ ബി ടേക്കൺ ടു ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണോ അല്ല, ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അസറ്റ് സൈഡ് അല്ല, വിൽ നോട്ട് ബി കൺസിഡേർഡ് അല്ല. കൃത്യമായ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതർ ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ട, ഇനി നോക്കേണ്ട കാര്യമില്ല അല്ലേ. എന്നാലും ഒന്ന് ഓർത്തോളുക, ഒരിക്കലും എന്താണ് അസറ്റ് സൈഡിലോ അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാതെ ഇരിക്കില്ല. സ്പെഷ്യൽ പർപ്പസ് ആണെങ്കിൽ അത് ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് എന്ന് ഓർത്തിരിക്കുക. ഇനി അതൊരു ജനറൽ പർപ്പസ് ആണെങ്കിൽ നമ്മളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലായിരിക്കും അത് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മളിവിടുത്തെ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ, ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സോ അടുത്ത ചോദ്യം നോക്കാം. അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻ എമൗണ്ട് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്യാൻ ബി അസർട്ടൈൻഡ് ബൈ. അപ്പം നമുക്കറിയാം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നത് അല്ലേ. ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളൊന്നും എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നില്ല, പ്രിപ്പയർ ചെയ്യുന്നില്ല അല്ലെ. എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതാണോ മിസ്സിംഗ് ആയിട്ടുള്ള ഫിഗർ അത് നമ്മൾ ഗിവൺ ഇൻഫർമേഷൻസ് വെച്ച് കണ്ടുപിടിക്കുകയും അത്തരത്തിലാണ് നമ്മളിവിടെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ ഇവിടുത്തെ ചോദ്യം, ഒരു സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഏത് ടൈപ്പ് അക്കൗണ്ട് ആണ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്, മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, നൺ ഓഫ് ദീസ്. ഏതാണ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ആണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ് എന്താണ്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്താണ്, ഏതാ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യും, ഫൈൻഡ് ഔട്ട് ചെയ്യും കേട്ടോ. അപ്പൊ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ് എങ്കിൽ എന്താണ്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ചിലപ്പോൾ നമ്മൾ എന്താണ് ടോട്ടൽ പെർച്ചേസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാവും നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുന്നത്. ചിലപ്പോൾ പർച്ചേസ് തന്നിരിക്കും, ക്രെഡിറ്റേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതാണോ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് അത് വെച്ചിട്ട് ഏതാണോ ഏത് ടൈപ്പാണോ നമുക്ക് ഐറ്റം ആണോ വേണ്ടത് അത് നമ്മൾ ആ ഒരു ഗിവൺ ഇൻഫർമേഷനിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, if the rate of gross profit is 20% on cost of goods sold and the sale is rupees 1 lakh and the amount of gross profit will be. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് എത്രയെന്ന് പറയുന്നുണ്ട്, 20%, അല്ലേ. സെയിൽസ് എത്രയാ പറയുന്നത്, 1 ലക്ഷം. സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്, 1 ലക്ഷമാണ്. ഇനി ഗ്രോസ് പ്രോഫിറ്റ് 20% എന്തിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്,
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതായത് എന്താണ്? സെയിൽസിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്കവിടെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സെയിൽസ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് എന്തിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. സോ ബേസിക്കലി നിങ്ങൾ ആദ്യം ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കുക. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? സെയിൽസ് എന്ന് പറയുന്നത് അല്ലേ? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? സെയിൽസ്. അപ്പോൾ ഇവിടെ എന്തിൻ്റെ ബേസിലാണ് ഗ്രോസ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത്? നമുക്ക് രണ്ട് രീതിയിൽ പറയാം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് സെയിൽസിൻ്റെ ബേസിലും കണ്ടുപിടിക്കാം, കോസ്റ്റിൻ്റെ ബേസിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം കേട്ടോ. ഈ പ്രോഫിറ്റ് നമുക്ക് കോസ്റ്റിൻ്റെ ബേസിലും കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ സെയിൽസിൻ്റെ ബേസിൽ നമുക്ക് ഈ പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് ഇൻഫർമേഷൻ ആണോ നമുക്ക് തന്നിട്ടുള്ളത് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്കിവിടെ കോസ്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ടോ? ഇല്ല. തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ കോസ്റ്റിൻ്റെ ഡയറക്റ്റ് 20% എടുത്തിരുന്നെങ്കിൽ നമുക്ക് ആൻസർ എന്താണ്? ഡയറക്റ്റ്ലി നമുക്ക് കിട്ടിയേനെ. വേറെ മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് ഒന്നും നമ്മൾ പോണ്ട അല്ലേ? കോസ്റ്റിൻ്റെ 20%. പക്ഷേ ഇവിടെ കോസ്റ്റിൻ്റെ ബേസിലാണെന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷേ കോസ്റ്റിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് എന്താണ്? ആരെയാണ് തന്നിട്ടുള്ളത്? സെയിൽസിനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പെർസെൻറ്റേജ് എന്താണ്? സെയിൽസിൻ്റെ എമൗണ്ട് വെച്ച് നമ്മൾക്ക് എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഇത് വളരെ എളുപ്പത്തിൽ നമുക്കൊരൊറ്റ ഇക്വേഷൻ വെച്ച് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എപ്പോഴും ഇത്തരത്തിലുള്ളൊരു ചോദ്യം വരുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്തിൻ്റെ ബേസിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുക. സെയിൽസിൻ്റെ ബേസിലാണോ കോസ്റ്റിൻ്റെ ബേസിലാണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ആദ്യത്തെ കാര്യം ഇവിടെ എന്താണ്? കോസ്റ്റിൻ്റെ ബേസിലാണ്. ഇനി രണ്ടാമത് നോക്കുക, ക്വസ്റ്റ്യനിൽ ഏതിൻ്റെ ബേസിലാണോ കണ്ടുപിടിക്കാൻ പറയുന്നത് ആ ഒരു ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. കോസ്റ്റിൻ്റെ ബേസിലാണ് എങ്കിൽ കോസ്റ്റിൻ്റെ എമൗണ്ട് തന്നിരുന്നാൽ ഡയറക്റ്റ്ലി ഈ പെർസെൻറ്റേജ് കോസ്റ്റിൽ നിന്ന് എടുത്താൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ 20% ആണ് കോസ്റ്റ് എന്ന് പറയുന്നത്. 1,00,000 എങ്കിൽ 1,00,000ൻ്റെ 20% എടുത്താൽ നമുക്ക് എത്ര കിട്ടും? 20,000 രൂപ നമുക്കവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് കിട്ടി. ഡയറക്റ്റ്ലി നമ്മൾ ആ കോസ്റ്റിൽ നിന്ന് 20% എടുത്തു, നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. പക്ഷേ ഇവിടെ നമുക്കിതെല്ലാം ഒന്ന് എറൈസ് ചെയ്തിട്ട് ഒന്നേന്ന് എഴുതാം അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. അപ്പോൾ ഇവിടെ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് 20% കോസ്റ്റിൽ നിന്നാണ്. എന്നാൽ കോസ്റ്റ് ഇവിടെ തന്നിട്ടില്ല. പകരം സെയിൽസ് 1,00,000 തന്നിട്ടുള്ളത്. കോസ്റ്റിൽ നിന്ന് ഡയറക്റ്റ്ലി എടുക്കാൻ സാധിക്കില്ല. സോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ്ലി തന്നിരുന്നാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ എടുത്തു പോയാൽ മതി. ഇങ്ങനെ വരുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾ ഓർക്കുക. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് അല്ലേ? നമ്മൾ പേനയുടെ എക്സാമ്പിൾ പറയില്ലേ? ഒരു പേന 10 രൂപയാണ് എങ്കിൽ ശരിക്കും 10 രൂപ എങ്ങനെയായിരിക്കും? 8 രൂപ അതിൻ്റെ കോസ്റ്റും 2 രൂപ അതിൻ്റെ പ്രോഫിറ്റും കൂടെ ചേർത്തിട്ടായിരിക്കും 10 രൂപ അത് മാർക്കറ്റിൽ വിൽക്കുന്നത്. സോ ദിസ് എ റിലേഷൻ ബിറ്റ്വീൻ കോസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് സെയിൽസ് അല്ലേ? ആണോ? അതെ. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ആൻസർ കണ്ടുപിടിക്കാം. ഏതിൻ്റെ ബേസിലാണോ നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അയാളെ എപ്പോഴും 100 എടുക്കുക. ഓക്കെ, ആരുടെ ബേസിലാണ് നമുക്കിവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അയാളെ നമ്മൾ 100 എടുക്കുക. ഓൺ ദ ബേസ് ഓഫ് കോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കോസ്റ്റിന് 100 എടുത്തു. ഇനി സെയിൽസ് ആണെങ്കിൽ സെയിൽസിന് എന്ത് ചെയ്യണം? 100 എടുക്കണം. സോ 100 എടുത്തു. പ്രോഫിറ്റ് എത്ര? 20 സോ നമ്മുടെ സെയിൽസ് എത്രയാണ്? 120
120 അല്ലേ? 120. അപ്പം നമുക്കിവിടെ എന്താണ് സെയിൽസിൻ്റെ ഇൻഫർമേഷനിൽ വേണം നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ? പ്രോഫിറ്റ് എത്ര? സെയിൽസ് 120 എങ്കിൽ 20 പ്രോഫിറ്റ് എത്ര നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? 1,00,000 ഇൻറ്റു 120 20. ഒന്ന് ചെയ്ത് നോക്കിക്കേ, നമുക്ക് പോയിന്റ് വരും കേട്ടോ. 66666 പോയിന്റ് ഇങ്ങനെ വരും. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 16,667. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ? ക്ലിയർ ആയോ ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ്? അപ്പം നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി, വളരെ എളുപ്പമാണ്. പക്ഷെ നമുക്കത് ഡയറക്റ്റ്ലി തരാതിരിക്കുമ്പോൾ എന്താണ്, നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും ഈ ഒരു ബേസിക് ഐഡിയ വെച്ച് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓർത്തോളുക, എന്താണ് ഇവിടെ ഇത്തരത്തിലുള്ള ചോദ്യം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്തിൻ്റെ ബേസിലാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് ആണോ സെയിൽസ് ആണോ? ഇനി ഈ രണ്ട് ഇൻഫർമേഷൻസും ക്വസ്റ്റ്യനിലുണ്ടോ? കോസ്റ്റ് ആണെങ്കിൽ കോസ്റ്റിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ടോ? ഇനി സെയിൽസിൻ്റെ ബേസിലാണ് എങ്കിൽ സെയിൽസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ടോ? ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യണമെന്നില്ല, ഡയറക്റ്റ്ലി അതിൻ്റെ പെർസെൻറ്റേജ് അതിൽ നിന്ന് എടുത്താൽ മതി. പക്ഷേ ഇവിടെ കോസ്റ്റിൻ്റെ ബേസിൽ എടുക്കണമെന്ന് പറയുകയും സെയിൽസിൻ്റെ എമൗണ്ടുമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റുമോ? ഇല്ല. സെയിൽസിൽ എത്രയാണ് പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഏതിൻ്റെ ബേസിലാണ് എടുക്കാൻ പറയുന്നത്? സെയിൽസ് ആണെങ്കിൽ സെയിൽസിന് 100 കൊടുക്കുക, കോസ്റ്റിൻ്റെ ബേസിലാണ് എങ്കിൽ കോസ്റ്റിന് 100 കൊടുക്കുക. സോ ഇത്തരത്തിൽ കൺസ്ട്രക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് എത്ര കിട്ടും? 16,667 ആണ് നമ്മുടെ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? At the time of retirement, continuing partner acquire the share of outgoing partners in dash ratio. എന്താണ് ചോദിച്ചിരിക്കുന്നത്? റിട്ടയർമെന്റ് സമയത്ത് അല്ലേ? റിട്ടയർമെന്റ് സമയത്ത് നമ്മൾ എന്ത് റേഷ്യോ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? വളരെ എളുപ്പമാണ്. എന്ത് റേഷ്യോ ആണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഗെയിനിങ് റേഷ്യോ ആണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അല്ലേ? ഏത് ടൈപ്പ് റേഷ്യോ ആണ്? ഗെയിനിങ് റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഗെയിനിങ് റേഷ്യോ എങ്ങനെയാണ് നമുക്ക് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റുക? ഗെയിൻ റേഷ്യോ എന്ന് പറയുന്നത് ന്യൂ റേഷ്യോ, ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ അല്ലേ? ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. സോ ഗെയിനിങ് റേഷ്യോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അതായത് എന്താണ് ഇവിടെ നമ്മൾ കണ്ടിന്യൂയിങ് പാർട്ട്ണർ അല്ലേ? അതായത് നമ്മൾ റിട്ടയർമെൻറ്റിന് ശേഷം കണ്ടിന്യൂയിങ് പാർട്ട്ണർ എന്ത് ചെയ്യുവാണ്? അവരുടെ ഷെയർ അവിടെ ഇൻക്രീസ് ചെയ്യുവാണ്, ഗെയിൻ ചെയ്യുവാണ് അല്ലേ? സോ അതുകൊണ്ടാണ് നമുക്ക് അവിടെ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഗെയിനിങ് റേഷ്യോ നമ്മൾ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ ആണ്. സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ ഏത് ടൈമിനാണ്? അഡ്മിഷൻ ടൈമിനാണ് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? നമ്മളവിടെ സാക്രിഫൈസിങ് റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. എ പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി, ഓപ്പറേഷൻ ഓർ പ്രോസസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ബേസിസ് ഫോർ കൺട്രോൾ ആൻഡ് റിപ്പോർട്ടിംഗ് ഈസ് നോൺ ആസ്. പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ്, നമുക്ക് അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ് പ്രീഡിറ്റർമൈൻ ചെയ്യുക, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക. ഏതാണ്? സോഷ്യൽ കോസ്റ്റ് ആണോ? സങ്ക് കോസ്റ്റ് ആണോ? പാസ്റ്റ്ലി ഇൻകോർഡ് ആയതാണോ? അതോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണോ? ടോട്ടൽ കോസ്റ്റ് ആണോ? ഏതാണ്? അതെ, നമുക്ക് ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഏതാണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണ്. പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി or operation or a process
എസ്റ്റാബ്ലിഷ്ഡ് ഓൺ എന്താണ് ആസ് ദ ബേസിസ് ഫോർ കൺട്രോൾ ആൻഡ് റിപ്പോർട്ടിംഗ് അല്ലേ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മളൊരു സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അല്ലേ. നമ്മളൊരു സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു, നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നു, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ആക്ച്വലും ആ ഒരു സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വേരിയൻസ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ വേരിയൻസ് ഉണ്ട് എങ്കിൽ എന്താണ്, പോസിറ്റീവ് നെഗറ്റീവ് വേരിയൻസ് അവിടെ ഉണ്ടാവാം. വേരിയൻസ് ഉണ്ട് എങ്കിൽ അത് എന്ത് ചെയ്യുക, അത് എത്തരത്തിൽ നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള കൺട്രോളിങ് മെഷേഴ്സ് നമ്മളവിടെ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു അല്ലേ. അപ്പോൾ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്കാം. അടുത്ത എന്താണ് പറയുന്നത്, ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബൈ എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ്, നമുക്ക് നോർമലി നമ്മൾ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുകയും അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പെർട്ടിക്കുലർ ഇയറിലെ ഡിവിഡൻഡ്, ഫൈനൽ ഡിവിഡൻഡ് നമ്മളവിടെ ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുമോ അല്ലേ. പക്ഷേ ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് മുന്നേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും അല്ലേ. അത് അവരുടെ എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു ഫൈനൽ ആ ഒരു എന്താണ് പീരീഡ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസുകളൊക്കെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഡിവിഡൻഡിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, അതിൻ്റെ ഒരു ടൈം ഡ്യൂറേഷൻ എന്തായിരിക്കും, ഒരു 2 ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലേ, ഈ ഇത്തരത്തിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, ഇൻറ്റീരിയം ഡിവിഡൻഡ് എന്നാണ്. ഇൻറ്റീരിയം ഡിവിഡൻഡ് എന്നാണ്. എന്താണ്, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിക്ലെയർ ഡിവിഡൻഡ് ഇൻ ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് അല്ലേ. സോ ഓപ്ഷൻ ഡി ആണ്, ഇൻറ്റീരിയം ഡിവിഡൻഡ് എന്നാണ് നമുക്കതിനെ ടേം ചെയ്യാൻ പറ്റുക. The next one, a dividend amount to capitalization of earnings and distribution of profit among the existing shareholders without affecting the cash position of the firm. ഇവിടെ നമുക്ക് 4 ടൈപ്പ് ഡിവിഡൻഡുകളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൽ ഏത് ടൈപ്പ് ഡിവിഡൻഡാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, the dividend amount to capitalization of earnings and distribution of profit among existing shareholders അല്ലെ. എക്സിസ്റ്റിംഗ് ഷെയർഹോൾഡേഴ്സ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ക്യാഷ് പൊസിഷൻ, അവരുടെ ക്യാഷ് പൊസിഷൻ അഫക്റ്റ് ചെയ്യാതെ എങ്ങനെ എക്സിസ്റ്റിംഗ് ഷെയർഹോൾഡേഴ്സിന് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എന്താണ്, ഏത് വഴിയാണ്, സ്റ്റോക്ക് ഡിവിഡൻഡ് വഴിയാണ്. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. ശരിക്കും അവരുടെ ഒരു പ്രോഫിറ്റ്, ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്കത് ടേം ചെയ്യാം. പക്ഷേ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ സ്റ്റോക്ക് ഡിവിഡൻഡുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് 2 ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം, നമുക്കൊരു ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ക്യാഷ് ഏർണിങ്സ് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ഫോമിൽ അവർക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇനി ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിലൂടെ അവരുടെ ഒരു കൺട്രോൾ എന്ത് ചെയ്യുന്നില്ല, കൺട്രോളിന് ഡൈല്യൂഷൻ സംഭവിക്കുന്നില്ല. കാരണം ബോർഡിൽ പുതിയ അംഗങ്ങൾ വരുമോ, ഇല്ല. കാരണം നമ്മൾ ഈ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നില്ലല്ലോ. എന്താ ചെയ്യുന്നത്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ അവിടെ നമുക്കൊരു കൺട്രോൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൺട്രോൾ ഡൈല്യൂട്ട് ആകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു ഫേമിൻ്റെ കൺട്രോൾ ആ ഒരു ഫ്യൂ മെമ്പേഴ്സിന്, അല്ലെങ്കിൽ ആ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അവരുടെ കയ്യിൽ തന്നെ എന്ത് ചെയ്യും, അവർക്കത് നിലനിർത്താൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പുറകിലൊരു ഒബ്ജക്റ്റീവോട് കൂടിയാണ് സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ, സ്റ്റോക്ക് ഡിവിഡൻഡ്. The next question, the balance in the share forfeited account after the reissue of forfeited shares is transferred to അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുന്നു. അപ്പോൾ സോ ദ ബാലൻസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ദ ബാലൻസ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്
ആഫ്റ്റർ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യും, എങ്ങോട്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രോഫിറ്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് നമുക്ക് ഫോർഫീറ്റഡ് ഷെയർസ് റീ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നാണ് നമ്മൾ ടേം ചെയ്യുന്നത്. അതൊരു നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ആക്ഷനിൽ ഉണ്ടായ ഒരു പ്രോഫിറ്റ് അല്ല. സോ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്, നോൺ റെക്കറിങ് ആണ്. സോ ഹിയർ ഇതിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ റിസർവ്. കേട്ടോ, ക്യാപിറ്റൽ റിസർവ്. Next question. A right of one person to satisfy a claim against another by holding or returning the possession of others' property is termed as. എന്താണ് ഇവിടെ പറയുന്നത്? എ റൈറ്റ് ഓഫ് വൺ പേഴ്സൺ ടു സാറ്റിസ്ഫൈ ദ ക്ലെയിം അഗെയിൻസ്റ്റ് ദ അനദർ പാർട്ടി. അല്ലേ, നമുക്ക് മറ്റൊരാളുടെ മേലിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, മേലുള്ള റൈറ്റ് എന്തിനാണ്, അയാളുടെ ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ അയാളുടെ തിങ്സോ നമുക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. എപ്പോൾ വരെ, അയാൾ ആ പേയ്മെൻറ്റ്, ആ ഒരു പേഴ്സൺ ആ പേയ്മെൻറ്റ് തരുന്നത് വരെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഐറ്റം എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്ത് വയ്ക്കാനുള്ളൊരു റൈറ്റ് അവിടെ ക്രെഡിറ്ററിന് ലഭിക്കുകയാണ്. ഇതിന് നമുക്ക് എന്താണ് ടേം ചെയ്യാൻ പറ്റുക? റൈറ്റ് ഷെയർസ് എന്നാണോ, ലെഗസി എന്നാണോ, ലീൻ എന്നാണോ, അണ്ടർ റൈറ്റിംഗ് എന്നാണോ? എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ടേം ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ്? ലീൻ. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ലീൻ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ആ ഒരു എന്താണ്, നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് കിട്ടുന്നത് വരെ, ആ ഒരു ക്ലെയിം നമുക്ക് റിയലൈസ് ചെയ്ത് കിട്ടുന്നത് വരെ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടിയോ ഒരു അസറ്റോ നമുക്ക് റിട്ടേൺ ചെയ്ത് വയ്ക്കാനുള്ള റൈറ്റ് നമുക്കിവിടെ കിട്ടും. അല്ലേ, ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീനും ഉണ്ട്, പർട്ടിക്കുലർ ലീനും ഉണ്ട്. നോർമലി ബാങ്ക് ഫോളോ ചെയ്യുന്നത് എന്താണ്? ജനറൽ ലീനാണ് ബാങ്ക് ഫോളോ ചെയ്യുന്നത്. റൈറ്റ് ഷെയർസ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റോക്ക് ഡിവിഡൻഡ് കേസ് പറഞ്ഞ പോലെ തന്നെ എന്താണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എന്താണ് ഷെയർ ആണ് എന്ത്, റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. ലെഗസി എന്ന് പറയുന്നത് അയാളുടെ വിൽ അനുസരിച്ച് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ലെഗസി. ദെൻ അണ്ടർ റൈറ്റിംഗ് നമുക്കറിയാം. അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ ഫിനാൻഷ്യൽ ലോസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അല്ലേ, ഈ അണ്ടർ റൈറ്റേഴ്സ് എന്താണ്, ഒരു മിനിമം ഗ്യാരണ്ടി ഓഫ് സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എൻഷുർ ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ഗ്യാരണ്ടി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അണ്ടർ റൈറ്റേഴ്സ്. അല്ലേ, അപ്പോൾ ഈ ടേമുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് വരാവുന്ന എക്സാമുകൾക്ക് ചോദിക്കുക. അല്ലേ, അപ്പോൾ ഒന്ന് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. സോ നമ്മുടെ ആൻസർ മറക്കരുത്. എന്താണ്? ഓപ്ഷൻ സി, ലീൻ.